ദേശീയ വിഷയങ്ങളിൽ ഡിജിറ്റൽ ടീം പ്രതികരിക്കേണ്ടെന്ന് KPCC. ഡിജിറ്റൽ മീഡിയ ടീമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് KPCC ആണ്. നേതൃയോഗങ്ങളിലാണ് നിർദ്ദേശം നൽകിയത്. നേതൃത്വത്തിന്റെ പ്രതികരണം ആവർത്തിച്ചാൽ മതിയെന്നും KPCC നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് പിന്നിടുന്നു. പ്രശാന്ത്, ഡിജിറ്റൽ ടീമിന് മൂക്കുകയറിടുന്നു, കടിഞ്ഞാണിടുന്നു, നിയന്ത്രണം ഏർപ്പെടുത്തുന്നു KPCC അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. കേരള ഡിജിറ്റൽ ടീമിനെ മൂക്കുകയറിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രതികരണങ്ങൾ വേണ്ട, അതായത് ദേശീയ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രതികരണങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് KPCC നേതൃത്വം പറയുന്നത്. അതായത് ദേശീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ, അതിൽ AICC നേതൃത്വമോ അല്ലെങ്കിൽ നേതാക്കളോ പ്രതികരിക്കുന്നത്, ആ പ്രതികരിക്കുന്ന വിഷയങ്ങൾ ഷെയർ ചെയ്താൽ മതി. അത് ട്വിറ്ററിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്തരം പ്രതികരണങ്ങൾ ഷെയർ ചെയ്താൽ മതി, അല്ലാതെ സ്വയം പ്രതികരണങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് KPCC നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ വിഷയങ്ങളിൽ ഈ നിലപാടുമായി, അതായത് ഇത്തരം പ്രതികരണങ്ങളുടെ ആവശ്യം തൽക്കാലം വേണ്ട എന്ന് നിൽക്കുന്നു. എന്നാൽ സംസ്ഥാനത്തെ വിഷയങ്ങളിൽ സ്വയം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്താം. എന്നിരുന്നാലും ആ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ആ വിഷയത്തിൽ അത് നേതൃത്വവുമായി കൂടിയാലോചിക്കണം. ഏതൊക്കെയാണോ വിഷയങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത്, ആ വിഷയങ്ങളെക്കുറിച്ച് നേതാക്കളുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രം മതി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രതികരണം നടത്താൻ പാടുള്ളൂ എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ബീഹാർ BD വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ AICC നേതൃത്വമടക്കം വെട്ടിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നിലയിലേക്ക്, അല്ലെങ്കിൽ ഈ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പ്രതികരണങ്ങൾ വേണ്ട, മൂക്കുകയറിടുന്ന നിലയിലേക്കൊക്കെ എത്തിച്ചേർന്നത്. അതേസമയം മറ്റൊരു കാര്യം കൂടിയുണ്ട്. അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ്റെ ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ ബീഹാർ BD വിഷയത്തിൽ മുൻ MLA കൂടിയായ VT ബൽറാമിനെ, അതായത് VT ബൽറാമിന് മാത്രം കുറ്റം ചാരേണ്ട സാഹചര്യമില്ല, VT ബൽറാം കുറ്റക്കാരനല്ല എന്നൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തായിട്ടുള്ള യാതൊരുവിധ തെറ്റുകളും സംഭവിച്ചിട്ടില്ല. ചില മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില ഏകപക്ഷീയ പ്രതികരണങ്ങളാണ് VT ബൽറാമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്, KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KPCC നേതൃത്വം VT ബൽറാമിനെതിരായി യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഈ ബീഹാർ BD വിഷയത്തിൽ ഒരു വലിയ നാണക്കേട് കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ടാകുകയും ചെയ്തു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം നീക്കങ്ങൾ, ഇത്തരം സമീപനങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഡിജിറ്റൽ വിഭാഗത്തിന് മൂക്കുകയറിടുന്നു, ദേശീയ വിഷയങ്ങളിൽ പ്രതികരണം നേരിട്ട് വേണ്ട എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.